എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും ഏത്തപ്പഴം കൂടെ ഒരുമിച്ച് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. ഇവിടെ പുട്ടും പഴം എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, പക്ഷേ പുട്ടും ഏത്തപ്പഴം ആണെങ്കിൽ ആർക്കും ഇഷ്ടമല്ല. ഏത്തപ്പഴം പുഴുങ്ങി വെച്ചാൽ പോലും പുട്ടും ഏത്തപ്പഴം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ ആർക്കും അത്ര താല്പര്യമില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ റെസിപ്പി ഉണ്ടല്ലോ, പുട്ടും ഏത്തപ്പഴം കൂടെ ഒരുമിച്ച് പുഴുങ്ങിയെടുക്കുന്നത്, ഇതായി കഴിയുമ്പം എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളേ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു പാക്കറ്റ് പുട്ടുപൊടിയാണ്. എനിക്ക് കിട്ടിയത് പാലാട്ട് വൈറ്റ് പുട്ടുപൊടിയാണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേന് വെക്കാനാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇനി ഞാൻ പൊടിയെടുത്ത് അതേ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റത്തേന് മൂടി വെക്കാൻ പോവാം. മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിതാ ഇവിടെ ഒരു 3 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ 4ആയിട്ട് കീറിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു പുട്ടും കുടത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട്. വെള്ളം ചൂടായി വരുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പുട്ടിനായിട്ടുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതെടുത്തിട്ട് ഒന്ന് ഇളക്കി പൊടിച്ചെടുക്കണം. ഇതപ്പടി കട്ടയായിട്ടല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ആ കട്ടയൊന്ന് കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് ഇളക്കുമ്പോഴേക്കും അതങ്ങ് പെട്ടെന്ന് പൊടിഞ്ഞു വന്നോളും. എന്നിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ പുട്ടും കുടത്തിൽ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി പുട്ടും കുറ്റി എടുത്ത് തേങ്ങ ചിരവിയിട്ടിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, പുട്ടിൻ്റെ പൊടിയും ഏത്തപ്പഴവും കൂടി, ആ മാവ് ഇതിലേക്ക് നിറച്ചിട്ട് ആവശ്യത്തിന് നമുക്കിഷ്ടമുള്ള രീതിയിൽ തേങ്ങയൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. പുട്ടും കുറ്റി നാവി വന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വാങ്ങിയെടുക്കാം. നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഏത്തപ്പഴം പുട്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തുണ്ടാക്കുമ്പം കുറച്ച് മയം കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുഴച്ച് കഴിക്കാനും എളുപ്പമാണ്, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഏത്തപ്പഴം പുട്ടും കഴിക്കുന്നവർ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.